എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ എല്ലാരും വളരെ എനർജറ്റിക് ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആയിരിക്കാണ്. അതിനു മുന്നേ ഞാൻ എന്റെ കുട്ടീസിനെ ഒന്ന് വെൽക്കം ചെയ്തിട്ട് വരാം. ഗൈസ് റെഡി? ഓക്കെ, ഇനി ജഡ്ജസിനെ വെൽക്കം ചെയ്തിട്ട് വരാം. ഹരിച്ചേട്ടാ നമസ്കാരം. നമ്മുടെ ഷാൻ റഹ്മാൻ ഷാനിക്കായി ഒരു ബിജിഎം അല്ല ബിജിഎം വേണം. നമ്മുടെ ഷിനിച്ചേട്ടൻ ആലോചിക്കുമ്പോൾ മനസ്സിൽ വരുന്നത് ഒന്നുകൂടി ചെയ്തു. പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ഞാൻ ആയിഷയോടൊപ്പം നടന്നു. സൂപ്പർ സ്റ്റാറിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പാതിരാ കാറ്റുണ്ട്. അത് അവളുടെ തട്ടത്തിലും മുടിയിലൊക്കെ തട്ടിത്തരഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ പെണ്ണിന്റെ മുഞ്ച് കൂടിക്കൂടി വന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ തീരുമാനിച്ചു, ഈ ഉമ്മച്ചിക്കുട്ടിയെ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. ഇവളെ എന്റെയാണ്. എന്തായിരുന്നു കാലകി ഇത്ര ലെങ്തി ആയിട്ടൊരു സംഭവം ഞാൻ അത്രയും നേരം ഫോക്കസിൽ വേണമെന്ന് എനിക്ക് നിർബന്ധം. എനിക്കൊരു ഇച്ചിരി വിലയുള്ള ഹായ് ആയിരിക്കും. റെഡി ശരത് സർ? അമ്പാനി എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള. ഓക്കെ, അപ്പൊ എന്തായാലും തുടങ്ങാം നമുക്ക്. യെസ്, നമ്മൾ ആദ്യം തന്നെ ഫിൽമി ഡിവോഷണൽ റൗണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പാടാൻ വരുന്നു നമ്മളെ തീർത്ഥക്കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം തീർത്ഥ.
സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം തീർത്താ ഫിൽമി ഡിവോഷണലില് നല്ലൊരു അടിപൊളി സോങ്, ഭയങ്കര ഒരു ഡിവൈൻ വൈബ് തന്നെ തുടക്കം ക്രിയേറ്റ് ചെയ്തു അല്ലേ? അതെ, ചോദിക്കാം നമുക്ക്. ശരത് സാർ, അപ്പൊ മോളെ ചക്കര പോലെ പാടി. താങ്ക് യു സർ. കാര്യം ഞാൻ മനസ്സിൽ മോൾക്ക് ഇതൊക്കെ മിസ്സാവും എന്ന് വിചാരിച്ചിരുന്ന ഒന്നും മിസ്സായില്ല, അസാധ്യമായിട്ട് പാടി. താങ്ക് യു സർ. മോളെ ഏക് ബനേ സബ് അതൊന്ന് പാടാമോ? एक बने सब दया करो प्रभु एक बने सब താരി തിരി തീ एक बने सब അത്ര ഇറങ്ങണ്ട മോളെ. एक बने सब ദാരര തേരരി ദാ ഏക് ബനേ एक बने सब एक बने सब एक बने सब അലേക് ബനേ. एक बने ഇങ്ങോട്ട് ഇറങ്ങല്ല കുഞ്ഞെ. ദാരരി തേരരി एक बने ഞാൻ പറഞ്ഞ മോള് പാടുന്ന രീ ആണ്. ഏക് ബനേ സബ്. एक बने അത് കുഴപ്പമില്ല, അതും തെറ്റൊന്നുമില്ല കേട്ടോ മോളെ. ഞാനത് എനിക്കത് കേട്ട ഒരു ഓർമ്മയില ഞാൻ ഈ പറയുന്നത് കേട്ടോ. മക്കളെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കോറസ് അസാധ്യമായിരുന്നു. മക്കളെ കലക്കി. നിങ്ങൾ എന്ത് പൊളിയാ വിളിച്ചത്? ഓ അസാധ്യം, നല്ല ഹാർമണീസ്, സൂപ്പർ സൂപ്പർ. ഞാൻ വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഒരു വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു പാട്ടുകാരി എനിക്ക് പാടാൻ വന്നു. അപ്പോൾ അതൊരു സിമ്പിളായിട്ടുള്ള കാര്യം പറഞ്ഞുതരാം. ഒരു പാട്ട്. അപ്പൊ എനിക്ക് അത് വേറെ ഈ താക്കറ്റാക്കിട്ട അതൊരു സുഖമില്ലാതെ കൊണ്ട് ഞാൻ പറഞ്ഞ് ഒരു ടാ മുമ്പ് വയ്ക്കാൻ പറഞ്ഞു. പാടിയതേ ഇല്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി.
അങ്ങനൊരു ആർട്ടിസ്റ്റ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം, ഒരക്ഷരം മുമ്പിൽ പറയണം, അത് ചെയ്തില്ല. അങ്ങനെ വരരുത് കേട്ടോ മോളെ. അത് നമ്മൾ എന്ത് ചേഞ്ച് പറഞ്ഞാലും ഉടനെ അങ്ങോട്ട് പാടാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ വളർത്തണം, കേപ്പബിൾ ആയിരിക്കണം എവിടെ പോയാലും കേട്ടോ. ശരി, നിങ്ങൾ പറയൂ, അടുത്ത് കേക്കട്ടെ. ഓക്കെ, താങ്ക് യു ശരത് സർ. ഇറ്റ്സ് ഓക്കെ മോളെ. കാലക്കി പാടി കേട്ടോ, താങ്ക് യു സർ. ഉഗ്രനായിട്ട്, ഒരു രക്ഷയില്ല. അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മള് ഷോ തുടങ്ങിയിട്ട് ഐ തിങ്ക് വൺ ഓഫ് ദ ബെസ്റ്റ് കോറസ് കോർഡിനേഷൻ. ആഹാ, സൂപ്പർ, സൂപ്പറായിരുന്നു, വെരി പ്രൊഫഷണൽ. അതെ. ഞാൻ ഏകബനെ സബ് മാത്രം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ബാക്കിയൊക്കെ ഞാൻ ആ ഫീലിലായിരുന്നു. പാട്ടിന്റെ ഫീൽ ഗംഭീര ഫീലിലാണ് മോൾ പാടി. താങ്ക് യു സർ. അതിന് ഓക്കെ, പക്ഷെ ഇത് ഗ്രാസ്പ് ചെയ്യണം മോളെ കേട്ടാ. ആസ് എ സിംഗർ യു ഹാവ് ടു ലേൺ ദാറ്റ് കേട്ടാ. ആസ് എ വെരി ഗുഡ് സിംഗർ യു ഹാവ് ടു ലേൺ ദാറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഹരി ചേട്ടാ. തീർത്ത ആ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു സർ. ഭയങ്കര ഈ ശ്രുതി ചേർന്ന് പാടുമ്പോൾ തന്നെ നമുക്ക് കേൾക്കാൻ ഒരു സുഖമാണ്, മനസ്സിലായത്. എസ്പെഷ്യലി ഇങ്ങനത്തെ പാട്ടിൽ അതാണ് ഏറ്റവും ഡിമാൻഡ് ചെയ്യുന്നത്. അതങ്ങനെ ആ ശ്രുതി ചേർന്ന് ഇങ്ങനെ തുടക്കം മുതൽ പോകണം. അപ്പം മോള് അതായിരുന്നു ഇന്ന് ഏറ്റവും നല്ലൊരു കാര്യം. നല്ല ക്ലീൻ സിംഗിങ് ആയിരുന്നു. പക്ഷേ ഈ അൺലേണിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ചില നമ്മൾ പഠിച്ച് വെക്കും. അപ്പം അതായിരുന്നത് പാടിയ നേരത്തെ. അയ്യോ. ആ, അപ്പം മോളെ അത് അന്ന് പാടിക്കത് ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം കൂടി നോക്കാം നമുക്ക്. യൂട്യൂബ് ബ്രൂട്ടസ്. ഓക്കെ, അത് നന്നായിട്ട് ആ നോട്ട് കിട്ടിയല്ലോ. അതാണ് ഗാ പാടിക്കേ, ഗാ പാടിക്കേ. അതൊന്ന് ഒരുമിച്ച് പാടി. ഏക്ക് ബനയല്ലേ, ഒന്ന് പാടിക്കും മോൾ, വെറുതെ പാടിക്കേ. ആ, ബനെ, അത് മാത്രം പാടിക്കാം. ബനെ സബ്, മൊത്തത്തിൽ പാടിക്കോ. ബനെ സബ്. ഏക്ക് വേണ്ട, ഏക്ക് നമുക്ക് വിടാം. ഇപ്പം ബനെ സബ് ഏക്ക് കഴിഞ്ഞിപ്പോ കൊറേ ഇപ്പൊ ദസ്. 4-5 ദസായി. ബനെ സബ്. അത് രജിസ്റ്റർ ആയോ? ചുമ്മാ പാടരുത്. രജിസ്റ്റർ ആയോ എന്ന് ആലോചിച്ച്. മനസ്സിലായത് കൂടെ വരുമ്പോ. അല്ലല്ല, ഇത് മാത്രം പാട്. ബനെ സബ്, ഏക് ബനെ സബ്. ആ, കൈയടിച്ചോ. ആയോ? ഞാൻ തോറ്റ സ്ഥലത്ത് ഹരി ജയിച്ചു. എന്റെ പൊന്നേ ചേട്ടാ, വെരി ഗുഡ്. എടാ, അത് പഠിപ്പിച്ചെടുക്കാൻ പറ്റിയല്ലോ. വെരി ഗുഡ്, അപ്പോ വെരി ഗുഡ് ഹരി. താങ്ക് യു. ഐ ലവ് യു. ഐ ലവ് യു ടു. അപ്പോൾ മോളെ ഇങ്ങനത്തെ നമ്മൾ പെട്ടെന്ന് കിട്ടണം. ഇപ്പം ഞാനിരുന്ന് പഠിപ്പിച്ച പോലെ പഠിപ്പിക്കില്ലാരും. അപ്പം നമുക്ക് അല്ലെങ്കിൽ ശരത്തേട്ടൻ പറഞ്ഞു തന്ന പോലെ പറഞ്ഞു തരില്ല. എല്ലാവർക്കും അത്ര ക്ഷമയൊന്നും ഇല്ല. അപ്പം നമ്മളൊരു ടേക്ക് അങ്ങ് എടുക്കണം, ഇതെങ്ങനെ പാടണം എന്ന് പറയും. അപ്പോൾ മോളെ ഇത് എന്തായാലും ഈ ഒരു കാര്യം കുറച്ചുകൂടി ഗ്രാസ്പ് ചെയ്യുന്നതൊന്ന് സെറ്റാക്കണം കേട്ടോ. പെട്ടെന്ന് നമ്മളൊരു സംഗതി പാടി കറക്ഷൻ ചെയ്യുമ്പോൾ അത് കിട്ടണം നമുക്ക്. അതെന്താണെന്ന് മനസ്സിലാവണം. അത് ചുമ്മാ പാടി പോരുത്. അതെന്തായിരുന്നു അത് പാടിച്ചത് എന്നുള്ളതൊന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ പാടാൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, മാർക്സ് ചോദിക്കാം. ശരത് സാർ. മക്കളെ, ഇച്ചിരി മാർക്ക് കുറവാ, എന്നാലും കുഴപ്പമില്ല. 9.4. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക. 9.5. താങ്ക് യു സർ. എത്രയായിരിക്കും? 9.6 ആയിരിക്കും. 9.4. ഓക്കെ, ടോട്ടൽ 28.3 മാർക്സ്. സൂപ്പർ, താങ്ക് യു. അടിപൊളി. ഇനി അടുത്ത റൗണ്ട് അടിപൊളിയാക്കണം. ഓൾ ദി ബെസ്റ്റ്. മക്കളെ, ചക്കരെ അങ്ങോട്ട് വരൂ, അവിടെ കേറൂ. മാണി മാണി മാണി. കഴിഞ്ഞില്ലേ? വേഗം വന്നോ, വേഗം. വീണ്ടും അംബാനി വൈബ്. രണ്ടാമത്തെ ആളേട്ടാ ഷാനിക. രണ്ടാമത്തെ ആള്. ആ, കൊടുക്ക് അങ്ങോട്ട് എണ്ണീട്ട്. അയ്യോ, ആ ഞാൻ പാർവതിക്ക് ഒരു 20 രൂപ കൂടെ കൊടുത്തു. ചായ കുടിക്കട്ടെ. ഇങ്ങനെ ഓരോരുത്തരും ഞാൻ 20 രൂപ വെച്ച് വാങ്ങിക്കും. അതിനാണ് കമ്മീഷൻ. എന്ന് കമ്മീഷൻ അല്ല, അതാണ് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരാൻ. എന്നാലും കുഴപ്പമില്ല.
എന്തൊക്കെയോ കാണിക്കുന്നു അവിടുന്ന്. എന്തൊക്കെയോ കാണിക്കുന്നു. ശരത് ബാങ്ക്, ശരത്, ബാങ്ക് ഓഫ് ശരത്. ബാങ്ക് ഓഫ് ശരത് ലോണുകൾക്കായി അഭ്യർത്ഥിക്കുന്നു, അതെ. തിരിച്ചടക്കണ്ട. എത്ര രൂപ കൊടുത്തു? ഇത് കൊള്ളാലോ. ഞങ്ങൾക്ക് എന്താ ചേർത്തേട്ടാ? ഞങ്ങൾക്ക് അതെന്ത് പരിപാടിയാണ്? അതില്ല ഇതിനാണ് ഹരിച്ചേട്ടാ എന്താ പറഞ്ഞേ, പിച്ചയോ? നിനക്ക് ഇന്നത്തേക്കായല്ലോ. എന്റെ പേയ്മെന്റ് ആയല്ലോ. നീ മറ്റേ വൈകിട്ട് വരെ കളക്ട് ചെയ്യുന്ന ഒറ്റയടി കിട്ടിയില്ലേ? താങ്ക് യു ശരത് സർ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾ ദ ഐ ഗെയിം. ലവ് യു. ഐ ലവ് യു ടു. നിനക്ക് പൈസ വന്നപ്പോ ലവ് യു ഒറ്റ കീറി വെച്ചായിരുന്നു. അപ്പൊ തീർത്താ ആദ്യമായിട്ടാണ് 500 രൂപ കാണുന്നത്. എനിക്ക് സന്തോഷായില്ലേ? എനിക്ക് സന്തോഷായി. ഓക്കേടാ. അടുത്തതായി ട്രിബ്യൂട്ട് ടു ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ടിൽ പാടാൻ വരുന്നത് നമ്മളുടെ അമയ കുട്ടിയാണ്. സോ ലെറ്റ്സ് വെൽക്കം അമയ. ചിങ്കാരത്തമ്മേ മഴവില്ലിൻ കൂട്ടിൽ കൂട്ടായി പോ
കമ്മലണിഞ്ഞ് വെണ്ണിലാവ് അമ്മയാ? എന്താ സാരില്ല. പൊന്മാനേ. എന്ത് പറ്റൂട്ടാ? അത് കുറച്ച് കാര്യങ്ങൾ കാരണം പാട്ട് കഴിഞ്ഞ ദിവസം മാറ്റിയേ ഉള്ളൂ. അപ്പൊ പഠിക്കാൻ കുറച്ച് പാടായിരുന്നു. ഓക്കെ, ചോദിക്കാം നമുക്ക്. ഷാനിക്ക, അമ്മയാ, എന്താ സാർ? മോൾക്ക് എത്ര ദിവസം കിട്ടി ഈ പാട്ട് പഠിക്കാൻ? പാട്ട് മാറിയത് പോട്ടെ, 3 ദിവസം. 3 ദിവസം കിട്ടിയില്ലേ? 3 ദിവസം പോരെ ഈ പാട്ട് പഠിക്കാൻ? വളരെ സിമ്പിൾ സോങ് ആണ്, ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോങ് ആണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നമ്മളെ ലിറിസിസ്റ്റിന് ഡിവോട്ട് ചെയ്തിട്ടുള്ള ഒരു റൗണ്ട് ആകുമ്പോൾ അതിലെ വരികൾ മറന്നു എന്ന് പറയുമ്പോൾ ആ ഒരു റൗണ്ടിനോട് ചെയ്യുന്ന ഒരു ഇതല്ലേ. അത് മാത്രമല്ല, ഒരുപാട് ശ്രുതി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുറേ ഭാഗത്ത് അനുപല്ലവിയിലും ലൈൻസ് പോയി, അതേ സ്ഥലം തന്നെ ചരണത്തിലും പോയി. മോളുടെ ശബ്ദം നല്ല ശബ്ദമാണ് മോളെ. താങ്ക് യു സാർ. മോളെ പൊന്മാനെ ആ ഒരു ഫസ്റ്റ് ഒന്ന് പാടി മോളെ. വൈഡൂരി കമ്മലണിഞ്ഞ് പൊന്മാനെ വരെ. വൈഡൂരി കമ്മലണിഞ്ഞ് വെണ്ണിലാവ് രാവിൽ നെയ്യും പൂങ്കോടി പാവുടുക്കണ പൊന്മാനേ. പൊന്മാനെ ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്ത മോളെ. പൊന്മാനേ. ഓൾമോസ്റ്റ്. അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ പഠിച്ചിട്ടില്ല എന്നുള്ള ഒരു സംഭവം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. ശബ്ദമുണ്ട്, നല്ല നല്ല വോയിസ് ആണ് അമ്മയുടെ കേട്ടോ. അപ്പൊ താങ്ക് യു സർ. അത് ഇനി അത് യൂട്ടിലൈസ് ചെയ്യാം നന്നായിട്ട്, നല്ല രീതിയിൽ. ഓക്കെ, ഓക്കെ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ, മോളെ എന്താ അമ്മയാ, സർ? കുഴപ്പമില്ല. ഇത് മോളെ ഞാൻ പറയുന്ന മക്കള് മലയാളിയല്ലേ? ആ, മക്കൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5 5 3 4 5 ആ 5ാം ക്ലാസ്സിലായി. ഗിരീഷ് പുത്തഞ്ചേരി റൗണ്ട് എന്ന് പറഞ്ഞിട്ട് മോള് വരി തെറ്റിച്ചാല് ഒന്നാ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ അതെ ഒരു 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 മനുഷ്യനാണ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുന്നത്. അത്ര നമ്മുടെ നെഞ്ചിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ കഴിവുകൊണ്ട് തന്നെ, വേറൊന്നും കൊണ്ടല്ല. അപ്പം അതാണ് മോളെ ഒരു വിഷമം കേട്ടോ. അത് പിന്നെ മനുഷ്യരല്ലേ പൊട്ടെ, മറന്നിട്ടോ. അതൊരു ഭീകര തെറ്റൊന്നുമല്ല കേട്ടോ, അത് പറയാം. എന്നാലും അങ്ങനെ വരുത്തരുത് മോളെ കേട്ടോ. ഓക്കെ സർ. മോളൊരു തന്നനാങ്കിൽ പാടിയൊന്ന് നീ അങ്ങനെ അങ്ങ് വിട്ടു കളഞ്ഞത് കേട്ടോ. അത് മോളെ എന്നാ ശരി, ഒന്നുകൂടെ ഒന്ന് പാടാവോ ഈ പല്ലവി? വൈഡൂരി കമ്മലണിഞ്ഞ് മോളെ കമ്മലണിഞ്ഞ്. ആ നീ എപ്പോഴും മോക്കങ്ങ് ശില്പാവുക, അതെന്താണ്? കമ്മലണിഞ്ഞ്. ആ ഇപ്പൊ ഓക്കെ, കമ്മല് വൃത്തിയായിട്ടണിഞ്ഞ്. പിന്നെ പൂങ്കവിളിൽ അതൊന്ന് പാടിയേ. മിന്നായ പൂങ്കവിളിൽ. അത്രേ സസ്റ്റേ വേണോ അതിന്? മതി. മിന്നായ പൂങ്കവിളിൽ. ആഹാ കൊള്ളാലോ, സിംഗപേഷൻ. പൂങ്കവിളിൽ. ആ മോളെ അത്രയും വേണ്ട മോളെ. താരിരാരി ഒരു നാച്ചുറൽ ബ്രെത്തിനുള്ള സ്പേസ് ഉണ്ട്, ഒന്ന് പാടിക്കേ. ആ അത് ബ്രേക്ക് ഇട്ട് നിർത്തുന്നതാണ്, നിർത്തണ്ട. അത് നാച്ചുറൽ ഫീലുമാണ്. പിന്നെ സ്വപ്നങ്ങളോ? കല്യാണ നാളിന്റെ സ്വപ്നം. അതെന്തോന്ന് അത് ആ ട്യൂൺ അങ്ങനെ? കല്യാണ നാളിന്റെ കല്യാണ നാളിന്റെ സ്വപ്നം. അത് ഇങ്ങനാണോ ട്യൂൺ? അതല്ല മോളെ കല്യാണ നാളിന്റെ നാളിന്റെ സ്വപ്നം, അത്രേ ഉള്ളു. നാളിന്റെ സ്വപ്നങ്ങളോ. അതൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ല മോളെ. അതിനൊരു ക്ലാരിറ്റി വേണ്ടേ? അതുപോലെ ഇത് പിന്നെയും വൈഡൂരൊക്കെ നമ്മൾ എണിഞ്ഞ് ശില്പമായി മോൾക്ക്, അത് പിന്നെ എപ്പോഴും ഉള്ളതാ. മോളെ പൊൻകിനാക്കൾ, അതാ സെക്കൻഡ് ലൈൻ അല്ലേ അനുപല്ലവിയുടെ? അതൊന്ന് പാടാമോ മക്കളെ? മാമയിൽ പീലി ചൂടും. മാമയിൽ പീലി ചൂടും. മാമയിൽ പീലി ചൂടും. മാമയിൽ മാമയിൽ പീലി ചൂടും വാൽക്കണ്ണിൽ ഇന്ന് മയ്യെഴുതും പൊൻകിനാവുകൾ എന്താണ്?
അതും വലിച്ചു നീട്ടുണ്ട്. എന്താണ് എന്താണ് അങ്ങനെ ആരും ചോദിക്കത്തില്ല. എന്താണ്, അതല്ല ന്യായം. അപ്പോൾ കുറച്ച് മതി മോളെ. മോളെ ചിങ്കാരത്തത്തമ്മേ ചിങ്കാരത്തത്തമ്മേ താരാനേ, അതിനൊരു ലൈറ്റ് സ്വഭാവം. അതൊരു വെറ്റയൊക്കെ മുറുക്കി തത്തമ്മ ഇന്നപ്പോഴാ കച്ചേരി. അങ്ങനല്ല കേട്ടോ, എപ്പോഴും അത് ഓർത്തോണം. ഇതൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങളാണ്, അത് ഭീകരമായിട്ട് ഫീൽ ചെയ്യുന്നത്. എന്തൊക്കെയാലും കുഞ്ഞെ, എല്ലാ നന്മയും ഉണ്ടാവട്ടെ. ഇനി ലിറിക്ക് മറന്നാലും ഞാൻ അങ്ങ് വരും കേട്ടാ. ആ പറഞ്ഞത് വെച്ചോ. ഓക്കെ, താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ. അമ്മയാ എന്താ സാർ? എല്ലാം പറഞ്ഞല്ലോ. അപ്പോ കുഴപ്പമില്ല, അങ്ങനെ സംഭവിക്കാറുണ്ട്, പക്ഷെ സംഭവിക്കരുതായിരുന്നു. അപ്പോ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി സംഭവിക്കാതിരിക്കട്ടെ. ഇനി സംഭവിക്കാതിരിക്കട്ടെ. അതെ. എത്ര പാട്ടുണ്ട് മോളെ ഗിരീഷ് പുത്തൂർ. ഗിരീഷണ്ണനെ അങ്ങ് മിസ് ചെയ്തു. ഇത് ട്രിബ്യൂട്ട് അല്ലേ, അപ്പം അത് ആലോചിക്കണമായിരുന്നു. എത്ര പാട്ടുണ്ട്. അപ്പൊ അത് ഒരു റോങ് ചോയ്സ്. ആൻഡ് ഇതൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ, അതിന് എക്സ്ക്യൂസ് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പം അടുത്ത റൗണ്ട് ഭീകരമായിട്ട് പാടാൻ പറ്റട്ടെ, ഒരു ഗോൾഡൻ മൈക്കൊക്കെ കിട്ടട്ടെ അതെ, എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഹരിച്ചേട്ടാ. മേക്കുട്ടാ, ചോദിക്കാം. ശരത് സർ. യെസ് മോളെ 6.5. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അമ്മയ 6. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഹരിച്ചേട്ടാ. 5.5. താങ്ക് യു സർ. ടോട്ടൽ 18 മാർക്സ്. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ഗോൾഡൻ മൈക്ക് കൊണ്ടുപോകണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക് ഫുഡ് വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അടുത്തതായി ഫിൽമി ഡിവോഷണൽ റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മുടെ സ്വന്തം ദേവാങ്കി. സോ ലെറ്റ്സ് വെൽക്കം ദേവാങ്കി. ब्रूहि कृष्णा घनश्यामा रे मन ब्रूहि कृष्णा घनश्यामा ब्रूहि कृष्णा घनश्यामा रे मन ब्रूहि कृष्णा घनश्यामा मुरली गायक गोकुल पालक मुरली गायक गोकुल पालक मुनि जन वंदित देवा मन ब्रूहि कृष्ण
कृष्ण घनश्यामा रे मन ब्रूहि कृष्ण घनश्यामा मुरली गायक गोकुल पालक मुरली गायक गोकुल पालक मुनि जन वंदित देवा मन ब्रूहि कृष्ण घनश्यामा रे मन ब्रूहि कृष्ण घनश्यामा अमलं वदनम् अमृतरञ्जनम् अमलं वदनम् अमृतरञ्जनं चुम्बनलोभनसूनम् अमलं वदनम् अमृतरञ्जनं चुम्बनलोभनसूनम् मोदकारणं पापवारणं मोदकारणं पापवारणं सततं मायालीनं मन ब्रूहि कृष्ण घनश्यामा रे मन ब्रूहि कृष्ण श्यामा मुरली गायक गोकुल पालक मुरली गायक गोकुल पालक मुनि जन वंदित देवा मन ब्रूहि कृष्ण घनश्यामा रे मन ब्रूहि कृष्ण घनश्यामा ദേവാങ്കി എന്തിനാ കരയണേ? ഓട്ടടാ, സാരില്ല, ചോദിക്കാം. ഹരിച്ചേട്ടാ, ദേവാങ്കി കരയൊന്നും വേണ്ട, അവളാ എലിമിനേഷനിൽ നിന്ന് വന്ന ആദ്യത്തെ പാട്. കുഴപ്പമില്ല. അതൊക്കെ ഓരോന്നും എക്സ്പീരിയൻസസ് അല്ലേ, അതെ, അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. എങ്ങനെ എന്തൊക്കെ വരും ചെറിയൊരു കാര്യത്തിന് ഇങ്ങനൊന്നും അതെ അതെ, ഇത് തളരാൻ പാടില്ല. ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നത് തളരരുത് അമ്മുക്കുട്ടി കേട്ടോ. പോട്ടെ, അത് സാരമില്ല. ഞാൻ പറയുന്നത് കോമ്പറ്റീഷൻ അല്ലല്ലോ, ലൈഫിൽ എന്തോരം കാര്യങ്ങൾ വരാനുണ്ട്. കുഴപ്പമില്ല, അറ്റംപ്റ്റ് ചെയ്തില്ലേ, അത് തന്നെ വലിയ കാര്യം. വലിയ അതിനൊരു- കാര്യം, വലിയ കാര്യം. ഒരു കയ്യടി. ഭയങ്കര പ്രയാസമായി പാട്ട്. അങ്ങനെ ഇങ്ങനെ ഒന്നും നമുക്ക് പാടാൻ പറ്റില്ല. പാട്ട് പഠിച്ചവർക്ക് തന്നെ അത് പ്രസന്റ് ചെയ്യാൻ കുറച്ച്, കാരണം ഇതിൽ ശ്രുതി ഭയങ്കര ഇങ്ങനെ കിടക്കുന്നത്. ശുഭമധുരാളിയുടെ ഒരു പ്രശ്നം അതാ, ഈ റീം സായി ഇങ്ങനെ അടുത്തടുത്ത കിടക്കും. അപ്പൊ മോളെ അതിൻ്റെതായിട്ടുള്ള കുറേ പ്രശ്നങ്ങളായിരുന്നു. കുഴപ്പമില്ല. ഇന്നത്തെ മെയിനായിട്ട് പ്രശ്നം പറ്റിയത് സെലക്ഷനിലാണ്. അതെ, പാട്ട് വെള്ളം നല്ലോണം വറ്റി. സാരമില്ല, പോട്ടെ. കേരളത്തിലായിട്ട് അങ്ങനെ പറയരുത് മോളെ, ഇവിടെ മുഴുവൻ മഴയാ, ഫുൾ ടൈം. സാരമില്ല, അത് കുഴപ്പമില്ല കുഞ്ഞെ. ഇതിപ്പോ ഇത് നമ്മുടെ ആയുസ് ഒന്നും കുറയത്തില്ലല്ലോ, വായി വെള്ളം പറ്റി എന്ന് പറഞ്ഞിട്ട്. അത് ഇഷ്യൂ അല്ല മക്കളെ, ഇതുപോലെ എല്ലാവർക്കും സംഭവിക്കും കേട്ടാ. അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. കരയണ്ട. കരയരുത്. നീ കരഞ്ഞാൽ ഞങ്ങൾക്ക് വല്ലാണ്ട് വിഷമാവുന്നു. മക്കളെ കരയരുത്. അത് കുഴപ്പമില്ല. നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളൊരു പാട്ട് എടുക്കായിരുന്നു. ഡിവോഷണൽ അല്ലേ, നമ്മൾ ഡിവോഷണൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ടഫായിട്ടുള്ള, കാരണം ഇത് ഇറ്റ്സ് വെരി ടഫ് സോങ്, ഭയങ്കര പാടാണിത്. ഞാനിത് എടുത്ത് വന്നപ്പോഴേ ഞാനിത് നോക്കിയിട്ട് ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇത് മോക്ക് പറ്റുമോ. കുഴപ്പമില്ല, മോള് തന്നെ സെലക്ട് ചെയ്താണോ? ആണല്ലേ, കുഴപ്പമില്ല. ഞാനിന്ന് ഇരുത്തി പഠിപ്പിക്കുന്നൊന്നുമില്ല. പോട്ടെ, ഇന്നത്തെ നമുക്ക് ഞാൻ അല്ലാതെ അത് പറഞ്ഞുതരാം കേട്ടോ. കുറേ ഉണ്ട് നമുക്ക് പഠിക്കണം. ഇന്ന് ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ വീണ്ടും കഷ്ടപ്പെടുത്തി, അത് ശരിയല്ല. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നെക്സ്റ്റ് റൗണ്ട് ദേവാങ്കി തകർക്ക്, പൊളിക്കും കേട്ടോ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, മോള് പിന്നെ ഗിരീഷ് ഏട്ടൻ റൗണ്ട് പാടിയോ? ഇല്ല. ആ, അപ്പൊ ഒരെണ്ണം വരാൻ കിടക്കുന്നുണ്ട് ആ കേട്ടോ. ദേവാങ്കി നല്ല ശബ്ദം മോളെ. എനിക്ക് ഇന്നത്തെ വില്ലനായിട്ട് തോന്നുന്നത് സോങ് സെലക്ഷൻ ആണ്.
ഓഫ് കോഴ്സ് ശ്രുതി ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അത് ആക്ച്വലി നമ്മൾ ഒരു മോള് എൻറ്റയർ സോങ് വേറൊരു ശ്രുതിയിൽ പാടുന്ന പോലെ ഫീൽ ചെയ്ത്. പക്ഷെ അഗൈൻ അത് ഇറ്റ്സ് ഒരു ദിവസം അത് അങ്ങനെ കണ്ടാൽ മതി കേട്ടോ. എനിക്ക് ആക്ച്വലി മോള് മാക്സിമം സേഫായിട്ട് നിൽക്കേണ്ട ഒരു സ്റ്റേജാണിത്. അപ്പം അതിനെ കോംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലുള്ള സോങ് സെലക്ട് ചെയ്യണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ. കുറച്ചുകൂടി ഈസിയർ ആയിട്ടുള്ള ഒരു ഡിവോഷണൽ സോങ് എടുത്തിട്ട് വരായിരുന്നു എന്നൊരു അഭിപ്രായം. പക്ഷെ അഗൈൻ ഫോർ അറ്റംപ്റ്റിംഗ് ദിസ് സോങ് ആ ഒരു ധൈര്യം കാണിച്ചതിന് ഹാറ്റ്സ് ഓഫ്. താങ്ക് യു ഷാനി. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ശരത് സർ. ഹായ് മോളെ. ഹായ് സാർ. നല്ല പാട്ട് കേട്ടോ. അത് മോളെ ഇത് ഒന്ന് നേരെ പോയി ഇരുന്ന് വളരെ ശ്രമപ്പെട്ട് അതിൻ്റെ എന്താ പറയണ്ട ഓരോ ട്രാവലും അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് വളരെ സൂക്ഷ്മമായി പഠിച്ച് പാടേണ്ട ഒരു പാട്ടാണ് മക്കളെ കേട്ടോ. ഒന്നാമത് ഈ രാഗവും ഒരു 3 നോട്ട് ക്രോമാറ്റിക് ഉണ്ട്. അപ്പം അതൊക്കെ നമുക്ക് കൺഫ്യൂസിങ് ആണ്. നീ സരി മപദ എല്ലാം അടുത്തടുത്താണ് അല്ലേ. അപ്പം അത് മക്കൾ നോക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗാന്ധാരവും കേട്ടോ. അപ്പം മോളെ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് ശ്രുതിയാടാ. പിന്നെ അതിലുള്ള സംഗതികളുടെ ഒരു യഥാർത്ഥമായിട്ടുള്ള അതങ്ങനെ വന്നാൽ പ്രത്യേകിച്ച് ഈ ക്രോമാറ്റിക് ഉള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് സൂക്ഷിക്കണം മോളെ കേട്ടോ. അത് അല്ലെങ്കിൽ നമുക്ക് അടുത്തടുത്ത നോട്ട്സ് അല്ലേ ഈ ക്രോമാറ്റിക് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത നോട്ട്സാണ്. അപ്പോൾ അത് കൃത്യത എന്നാൽ അത് സുഖവുമാണ്. അപ്പം മോളെ അത് കാര്യം ഈ സെയിം രാഗത്തിലുള്ള പാട്ടുകളൊക്കെ കേട്ടാലും മോക്ക് ഈ രാഗത്തിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു എന്താണിതെന്നുള്ളതൊരു മനസ്സിലേക്ക് വരും. അപ്പോൾ നമുക്ക് തെറ്റാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് മോക്ക് പാടാൻ പറ്റും കേട്ടോ. അതങ്ങനെ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ മക്കളെ. ശ്രദ്ധിക്കാൻ ഞാൻ വിചാരിച്ച മോക്കിനി അത് ഒട്ടും കേൾക്കുന്നില്ലേ കുഞ്ഞു. കാര്യം ഒരു സെമി ടോണോളം ഡൗൺ ആണ് നിൻ്റെ ഷഡ്ജം കിടക്കുന്നത്. അപ്പോൾ പിന്നെ ബാക്കി ഒന്നും നമുക്ക് റിലേറ്റ് ചെയ്യത്തില്ല മോളെ കേട്ടോ. അത് കുഴപ്പമില്ല. പോട്ടെ. അതിനകത്ത് എന്തിരിക്കുന്നു വെള്ളവേ ഇല്ലായിരുന്നു വായിലല്ലേ. പിന്നെന്തോന്ന് പാട്ട് അത് വായിലോട്ട് ശ്വാസം എടുക്കാനേ കഴിയുന്നില്ല. വായിലോട്ട് ശ്വാസം എടുക്കാനോ? അങ്ങനോ അല്ല അത് മോളെ കുറേ കൂടി ഡ്രൈ ആക്കത്തില്ലടാ. മൂക്ക് വഴി എടുത്താൽ പോരെ. അല്ല പാടിക്കൊണ്ടിരിക്കുമ്പോ മൂക്കിലോട്ട് പെട്ടെന്ന് കിട്ടൂല. അതെന്താ മൂക്കിളക്കി വെച്ചേക്കോ? മൂക്കിലൂടെ വലിക്കണം. നിന്നെ കണ്ടു ഞാരാരി അങ്ങനാണോ? അത് മോളെ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. വായി കൂടെ ശ്വാസം എടുത്തോണ്ടിരുന്നാലേ മൂക്കിൽ കൂടെ എടുക്കണം. എടുക്കണം. മൂക്ക് അതിനകത്ത് തന്നേക്കുന്നത് ശ്വാസം എടുക്കാൻ കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളു കുഞ്ഞ്. നിന്നെ ചിരിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ചിരിച്ചോ? സന്തോഷമായിട്ടിരിക്കട്ടാ. ഇതൊക്കെ തരണം ചെയ്യണം മോളെ. അതിനുള്ള ഒരു കെൽപ്പ് വേണം. മീരാ ഭജൻ പോയി കേക്ക് ഞാൻ കണ്ടുപിടിച്ചു. ആണോ? ഭയങ്കര രസം. അസാധ്യടാ. ലതാജി പാടി കേൾക്കണം കേട്ടോ മോളെ. ഒന്നാമത് ഈ രാഗത്തിൽ പാട്ടുകൾ റെയറാണ് മോളെ. കുറേ വലിച്ചു വാരി പാട്ടുകളില്ല. ഇപ്പം മോഹനത്തിലും ശുദ്ധധന്യാസിയിലും ഒക്കെ ഉള്ള പോലെ പാട്ടുകൾ അത്ര കുറേ ട്യൂണുകളില്ല. മറ്റൊക്കെ മോഹനത്തിലൊക്കെ കണ്ടമാന പാട്ടുകളുണ്ട്. അത് ഹിന്ദുവാണ് കല്യാണി അതൊക്കെ ഞങ്ങൾക്ക് കിടക്കുക. വെറുതെ തപ്പിയ ലക്ഷം പാട്ട്. പക്ഷേ ഇതിലൊക്കെ റെയറാണ്. കോമ്പസിഷൻസ് ഉണ്ട്, പക്ഷെ അത് കൂടുതലില്ല. അത് മക്കൾ നോക്കിക്കണം. അത് എനിക്ക് എം പി ശ്രീനിവാസൻ സാറിൻ്റെ ഒരു പാട്ട് പഴയത് വളരെ കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയോരശ്രു കുടീരം ഞാൻ. അസാധ്യ പാട്ടാണ്. കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയോരശ്രു കുടീരം ഞാൻ തപ്തവർണ്ണ ചിറകു കൊഴിഞ്ഞൊരു ചിത്രശലഭം ഞാൻ. അതൊക്കെ ഷഡ്ജമൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ് കോമ്പസ്. നമ്മൾ ഇതൊക്കെ കേൾക്കണം കേട്ടോ. വേറൊരു പാട്ടുണ്ട് മൗനമേ. അയ്യോ രാധാകൃഷ്ണൻ ആസാദ്യ പാട്ട്. അതൊക്കെ അത് ഭയങ്കര രസമാണ്. ആസാദ്യ പാട്ട് മോളെ. അതൊക്കെ പഠിക്കണം. നിവൃത്തിയില്ലാത്ത പാട്ട്. പിന്നെ ഒരു പാട്ട് കൂടെ ഉണ്ട് ആരും കേട്ടിട്ടില്ലാത്ത. പറയൂ നിൻഹംസഗാനം പാടി പോകുന്നതെങ്ങോ നീ.
അതെന്റെ പാട്ടാ ആഹാ കേട്ടോ. പവിത്രം എന്ന ലാലേട്ടന്റെ ചിത്രത്തിലെ പാട്ടാണ്. ഇതൊക്കെ കേക്ക് കേട്ടോ. പറഞ്ഞു തീർത്തു. താങ്ക് യു ശരത് സർ. ഓക്കെ, മാർക്ക് വയ്ക്കാം. മക്കളെ ചിരിക്കാമെങ്കിൽ ഞാൻ മാർക്ക്. ചിരിക്കും നല്ലോണം ചിരിക്കും. ഇങ്ങനെ ഒരു ചിരിയല്ല, നല്ല അങ്ങനെ ഒരു ചിരി. അങ്ങനെ ചിരിക്കണോ അല്ലേ? അങ്ങനെ ചിരിക്കാൻ മതി, അത്ര മതി. ആ ചിരിക്കുള്ള മാർക്ക് ഞാൻ തരാം. 7 മാർക്സ് മോളെ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. മോളെ 6.8. താങ്ക് യു ഷാനിക്ക. ചേട്ടാ നെക്സ്റ്റ് റൗണ്ടിൽ നല്ല, എനിക്ക് ഉറപ്പാ നെക്സ്റ്റ് റൗണ്ട് അടിപൊളിയായിരിക്കും. അതെ കേട്ടോ. ഗിരീഷേട്ടൻ റൗണ്ടാണ് കേട്ടോ. അപ്പൊ ഒരു ലൈഫ് ലൈൻ ഉണ്ട് നമുക്കിപ്പോ. അതെ അതെ. അത് ആലോചിക്ക്, പോസിറ്റീവ് ആയിട്ടിരിക്കുക. അത് നമ്മള് ഒന്ന് ആലോചിക്കുക, അതിൽ ഗോൾഡൻ അടിച്ചാലോ? അടിക്കട്ടെ സേഫ് ആയി പെണ്ണ് കേട്ടോ. ഇതിപ്പോ നമുക്ക് പാടിയാനല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. 6.9. താങ്ക് യു ഹരിച്ചേട്ടാ. ഓക്കെ, ടോട്ടൽ 20.7 മാർക്സ്. കുഴപ്പമില്ല, നമുക്ക് ഇനി ഉണ്ട്. ഹരിച്ചേട്ടൻ പറഞ്ഞല്ലോ ഒരു റൗണ്ട് ഒരു round കൂടിയില്ലേ? ബാക്കിയുണ്ട്. പൊളിക്കും നമ്മള് അല്ലേ? ലൈഫ് ലൈൻ ഉണ്ട്. അതെ സേഫ് ആണ് ഇപ്പോഴും. അടുത്തതിൽ പൊളിക്കുക കേട്ടാ. ഓക്കേടാ, നന്നായി പോയി പ്രാക്ടീസ് ചെയ്യണം. കഴിഞ്ഞോ? കഴിച്ചു കഴിഞ്ഞോ? എന്നാ ഞാൻ Yes. പോട്ടെ. ആ അത് പറയാൻ ലേറ്റ് ആയപ്പോഴാ കഴിച്ചത്. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ. Okay, good night. ഗുഡ് നൈറ്റ്.